അബുൽ വഫ അലി ഇബ്നു അഖീൽ, മനസ്സിലായില്ലേ? അതെ, അൽ മുതവഫ സനത 513 സാഹിബ് കിതാബുൽ ഫുനൂൻ. ഓക്കെ, അതന്നെ ഞാൻ പറഞ്ഞു. എന്നാ കേട്ടോളി. അപ്പൊ ഉറച്ച് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഒന്നെ. ഞാനിപ്പോ പ്രശ്നം ഞാള് മാറിക്കണതില്ലോ. എന്നാ കേട്ടോളൂ. അങ്ങനെ പറഞ്ഞ് അബുൽ വഫ സാഹിബ് കിതാബുൽ ഫുനൂൻ അലി ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് ഞാൻ വായിക്കാം. കേട്ടോളൂ. കിതാബിൽ നിന്ന് വായിക്കാം. ഫസ്ലുൻ വയുസ്തഹബ്ബു ലഹു, ഹജ്ജിന് പോയതിന് സുന്നത്താണ്. മദീനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് വരൽ. ഫയൽത്തി മസ്ജിദഹു, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ചെല്ലൽ. ഫയഖൂലു ഇൻദ ദുഖൂലിഹി, പള്ളിയിൽ കയറുമ്പോൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുക. എന്ന് കേട്ടോളൂ. എന്നിട്ട് വജ്അലിൽ ഖബറ തിൽഖാഅ വജ്ഹിക, വജ്അലിൽ ഖബറ തിൽഖാഅ വജ്ഹിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നിന്റെ മുഖത്തിന് നേരെയാക്കണം. വഖും മിമ്മാഇലിൽ മിൻബറ, മിൻബറിനോട് അടുത്ത ഭാഗത്ത് നിൽക്കണം. വഖുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ ഇലാ ആഖിരി മാ തഖൂലുഹു ഫി തശഹ്ഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയ്യാത്തിൽ പറയുന്ന സലാത്താണ് ചെല്ലണം. ثم تقول اللهم آت محمد الوسيلة والفضيلة والدرجة الرفيعة والمقام المحمود الذي وعدته اللهم صل على روحه في الأرواح وتسبيحه بالإنزاه كما بلغ رسالتك وتلا آياتك وصدق بأمرك حتى أتاه اليقين اللهم إذن له اللهم പറയേണ്ടതാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക ഖുൽത ഫീ കിതാബിക, നിന്റെ കിതാബിൽ നീ പറഞ്ഞിരിക്കുന്നു, ലി നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വലു അന്നഹും യല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉണ്ടോ? അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് പിന്നെ പറയാണെന്ന്, ഇത് അല്ലാഹുവേ നിന്റെ കിതാബിൽ നീ നിന്റെ നബിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നീക്കത് അത്തയ്തു നബിയക്ക, നിന്റെ നബിയുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. താഇബൻ തൗബ ചെയ്തുകൊണ്ട്, മുസ്തഗ്ഫിറൻ പാപമോചനം തേടിക്കൊണ്ട്, ഫഅസ്അലുക അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻ തൂജിബലിയൽ മഗ്ഫിറത, നീ എനിക്ക് മഗ്ഫിറത്ത് തരണമെന്ന്, കമാ ഔജബതഹ, നീ ആ മഗ്ഫിറത്ത് തീർച്ചയായും കൊടുത്തതുപോലെ, ലിമൻ അതാഹു ഫീ ഹയാത്തിഹി റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിൽ നിങ്ങളുടെ അടുത്ത് ചെന്നവർക്ക്. അല്ലാഹുമ്മ, ശ്രദ്ധിച്ചു കേട്ടോ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബിനബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന, നബിയ്യുർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ. ഇനി കേട്ടോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക, ഞാൻ അങ്ങയെ കൊണ്ട് മുന്നിടുന്നു, അങ്ങ് മുഖേന ഞാൻ മുന്നിടുന്നു, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, ലിയഗ്ഫിറ ലീ ദുനൂബി, എന്റെ പാപം പൊറുക്കാൻ. ഇനിയും കേട്ടോ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖ്ഖിഹി, നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അൻതഗ്ഫിറ ലീ, എനിക്ക് നീ പൊറുക്കണമെന്ന്, ദുനൂബി, എന്റെ തെറ്റുകുറ്റങ്ങളെ. കേൾക്കണ്ടോ? ഞാൻ എന്റെ ബാക്കി ലേശം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കുന്നു. കേട്ടോ? കേട്ടോ? ഇതാണ് നിങ്ങൾ പറഞ്ഞ കിതാബുൽ ഫുനൂന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അബുൽ വഫ ഈ അലി ഇബ്നു അഖീൽ തങ്ങൾ ഹിജറ 430 31 ജനിച്ച് 513 വഫാത്തായ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് മറുപടി പറയാണ്ട്? മറുപടി ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ പറഞ്ഞത് നബിയുടെ ഖബറിന് ചെന്നിട്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയിട്ടാണെങ്കിലും അത്തരം ദുആകൾ അടക്കമുള്ള എല്ലാ തവസ്സുലും പാടില്ലാത്തതാണ്, തെറ്റാണ് എന്ന് ഇബ്നു അഖീൽ പറഞ്ഞ ഇബ്നു അഖീലിന്റെ കിതാബിൽ ഞാൻ വായിച്ചത്. എന്ത് പറയാനുണ്ട് നമ്മുടെ വഹാബിക്ക്? മൈക്കൊടുത്തോളൂ. ഉത്തരം പറയുന്നതിന് മുമ്പ് ആ കിതാബിന്റെ പേര്, അതിന്റെ പേജ് നമ്പർ, അത് പബ്ലിഷ് ചെയ്ത ആ പബ്ലിഷിംഗ് ഹൗസിന്റെ പേരും ഇവിടെ തിരിക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇബ്നു അഖീൽ പിന്നെ ഈ തവസ്സുലിനെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിന്റെ പേര്, അതിന്റെ പേജ് നമ്പർ, അത് പബ്ലിഷ് ചെയ്ത പബ്ലിഷർ നിങ്ങൾ ഉദ്ധരിച്ചിക്കണോ? ലഘുവാണല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ ഇത്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? നിങ്ങളല്ലേ ആദ്യ വിഷയമാണ് പറഞ്ഞത്, ഇതിനൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നിങ്ങൾ ആദ്യം പറയും ഏതാ കിതാബ് നിങ്ങൾ പറയും, കിതാബിന്റെ പേജ് നമ്പർ പേരാണ് പറയും, അതിന് പബ്ലിഷർ ആരാ പറയും, ഞാൻ അതും പറഞ്ഞുതരും. എടുത്തോളി, പറഞ്ഞോളി, എടുത്തോളി. അപ്പോ ഞാൻ ഇവിടെ പറയും,
അതേപോലെ തന്നെ നിങ്ങളും പറയണം. ഞാൻ പറഞ്ഞ കിതാബ് അൽ ഫുറൂഅ് 3-ാം വാള്യം പേജ് 382 പേജിൽ വളരെ കൃത്യമായി ഇമാം ഇബ്നുൽ അഖീൽ ഇബാറത്ത് എഴുതുന്നുണ്ട്, വത്തവസ്സുലു ബിഹിം ഇലല്ലാഹ്. ഇനി നിങ്ങളുടെ ബാധ്യതയാണ് കിതാബിന്റെ പേര് ഉദ്ധരിക്കണം, കിതാബിന്റെ പേജ്, പബ്ലിഷിംഗ് ഹൗസ്. ഇനി പബ്ലിഷിംഗ് ഹൗസ് പറഞ്ഞില്ല. അല്ല, നിങ്ങൾ പബ്ലിഷിംഗ് ഹൗസ് പറഞ്ഞോ? പബ്ലിഷർ ആരാ അത് പറയേ? പബ്ലിഷർ പറയൂ വഹാബി. ഞാൻ പറഞ്ഞു കിതാബ്, ഇനി കിതാബിന്റെ പബ്ലിഷ് ഹൗസിന് കിട്ടാനുള്ളൂ. മുഅസ്സസത്തു റിസാല, ബൈറൂത്തിലെ മുഅസ്സസത്തു റിസാലയാണ് ഈ കിതാബ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറയും കിതാബു തദ്കിറ ഇമാം ഇബ്നുൽ അഖീലിന്റെ ഈ വാള്യം ഈ പേജ് ഉദ്ധരിക്കണം, ഇപ്പോൾ നിങ്ങൾ ഉദ്ധരിക്കണം. ഉദ്ധരിച്ചത് മൗലവി, നിങ്ങൾ പറഞ്ഞ കിതാബിന്റെ പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. കിതാബിന്റെ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. നേരത്തെ പറഞ്ഞു, ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക കിതാബിന്റെ പേര്. നിങ്ങൾ ആ കിതാബിന്റെ പേര് ഒറ്റ തവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കത് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും കിതാബിന്റെ പേര്. കിതാബുൽ ഫുറൂഅ് ഫിൽ മദ്ഹബിൽ ഹംബലി. ഏത്? കിതാബുൽ ഫുറൂഅ് ഫിൽ മദ്ഹബിൽ ഹംബലി. ആരെ കിതാബിത്? ഇതാരെ കിതാബാ? നിങ്ങൾ പറയും ഇതാരെ കിതാബാന്ന് പറയും. ഇതാരെ കിതാബാണ്? കിതാബുൽ ഫുറൂഅ് ഫിൽ മദ്ഹബിൽ ഹംബലി. അതാരെ കിതാബെന്ന് പറയും. നിങ്ങളുടെ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ടോ? ആ പേജ് നമ്പർ ഒന്ന് മേടിക്കുക. ആ മൂന്നാം പേജ് നമ്പർ പറയും. കേൾക്കി കിതാബിന്റെ മുസന്നിഫിന്റെ പേര് മാത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം ഇബ്നു മുഫ്ലിഹി. ഇബ്നു അഖീലാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് നേരത്തെ. ആള് മാറിയില്ലേ? കേട്ടോ? കുവൈത്തേര ഉരുളല്ലത് തട്ടിപ്പാണി നടത്തുന്നത്. ഇത് നേരത്തെ തിരിയും തട്ടിപ്പാണി നടത്തുന്നത് മനസ്സിലാണ്ടോ? മൂപ്പര് കിതാബിന്റെ പേര് മൂപ്പര് പറഞ്ഞ് കേട്ടില്ലെങ്കിലും ജുസുവും പേരുമ്പോഴും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് കിതാബ് വേറെയാണ്. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാക്കിയത്? ഇബ്നുൽ മുഫ്ലിഹിന്റെ കിതാബാണ് അവിടെ പറയുന്നത്. ആണോ? നിങ്ങൾ ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ട് എന്നല്ലേ പറഞ്ഞത്? പാടുമാറിയോ? സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോ. ഇബ്നു മുഫ്ലിഹ് 8-ാം നൂറ്റാണ്ടായിരുന്ന നിങ്ങളെന്താ മനസ്സിലാക്കി? ഇബ്നു മുഫ്ലിഹ് 8-ാം നൂറ്റാണ്ടുകാരനാണ്. ഇതുവരെ ഇയാൾ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ട് എന്നാ. ഇബ്നുൽ അഖീലാകട്ടെ 5-ാം നൂറ്റാണ്ടുകാരനാണ്. 5-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കിതാബിന്റെ പേജ് നമ്പർ പറയാൻ നമ്മൾ പറഞ്ഞ ഘട്ടങ്ങളിൽ 8-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു മുഫ്ലിഹിന്റെ പേരാ പറഞ്ഞത്. എവിടുന്ന വഹാബ്? നിങ്ങളെ തട്ടിപ്പാണ് നിങ്ങൾ കുറെ കണ്ടതാ. നിങ്ങളെവിടുന്ന വരുന്നേ? എന്നിട്ട് ഒറ്റ വട്ടം മുപ്പര കിതാബിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അത് പോവുകയാണ്. നിങ്ങളെന്ന് പറയും ഞങ്ങളെ മന്ദന്മാരല്ല. ശരിക്കും മനസ്സിലാക്കിക്കോ. കുറെ നിങ്ങളെ തട്ടിപ്പ് പിടിച്ചെങ്കിൽ പരിചയമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് വഹാബി മൗലവി ശരിക്കും തെളിയിക്കണങ്ങൾ. ഇബ്നു മുഫ്ലിഹിന്റേതാണോ ഈ കിതാബ്? ഇബ്നു അഖീലിന്റേതാണോ കിതാബ്? നിങ്ങളിവിടെ ഇബ്നു മുഫ്ലിഹിന്റേതാണ് ഈ കിതാബ്. ഞാൻ പറയുന്നു, നിങ്ങളിവിടെ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ട് എന്നാ. ഞാൻ ചോദിച്ചു ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണുള്ളത്? അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടത് ഇബ്നു അഖീലിന്റെ കിതാബുണ്ട്. ഉദ്ധരിക്കും, ബൈക്കെടുക്ക്. തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ്. ഇന്നലെയും ഇന്നും ഇയാൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത് എല്ലാരും കേട്ടില്ലായിരുന്ന സുഹൃത്തുക്കളെ? അല്ലേ? എല്ലാരും കേട്ടിരുന്നില്ലേ? ഇബ്നു അഖീലിന്റെ അല്ലെ അബുൽ വഫ ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂനിലുണ്ട് എന്നാ പറഞ്ഞിരുന്നത് ഇന്നലെയൊക്കെ. ഇപ്പൊ ബൈറൂത്തിൽ നിന്ന് പലരുടെയും ഗ്രന്ഥങ്ങള് പല രൂപത്തിലും പല പേരിലും ചാരിറ്റിയുടെ പേരിലും പണം പിരിച്ച് വഹാബികൾ പല കള്ളത്തരം നടത്തി ഭേദഗതികൾ വരുത്തിയിട്ട് പലരുടെയും പേരിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ തട്ടിപ്പ് എന്ത് ചെയ്താൽ മതി? വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിട്ടാ. അത് ഞങ്ങൾ നേരത്തെ പറയണാണ്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഇന്നലെയും ഇന്നും സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇബ്നുൽ മുഫ്ലിഹ് എന്ന് പറഞ്ഞൊരു പേര് കേട്ടിരുന്നോ സുഹൃത്തുക്കളെ? ആരെങ്കിലും കേട്ടിരുന്നോ ഇയാളുടെ വായിൽ നിന്ന് വന്നത്? ഇല്ല. ഇയാൾ പറഞ്ഞത് മുഴുവൻ എന്തായിരുന്നു? ഇബ്നു അഖീൽ, അബുൽ വഫ ഇബ്നു അഖീൽ. ഇപ്പൊ അയാൾ എന്ത് ചെയ്തു? പേര് മാറ്റി, കിതാബിന്റെ പേര് മാറ്റി, ആളെ മാറ്റി. കണ്ടോ? ഇതാണ് വഹാബിസം, ഇതാണ് മൗദൂദിസം. സത്യം പറഞ്ഞ് വിഷയം അവതരിപ്പിക്കാനോ സംസാരിക്കാനോ കഴിയില്ല. പക്ഷേ ആദ്യം ഈ കളവുമായി ഇങ്ങനെ നിറം പിടിപ്പിച്ച കളവുമായി വരുമ്പോൾ സാധാരണക്കാർ ശരി തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഇവർ ഖുർആൻ ഓതി ആളുകളെ വഞ്ചിക്കുന്നതും, ഇങ്ങനെ തന്നെയാണ് ഇവര് ഹദീസ് ഓതി ആളുകളെ വഞ്ചിക്കുന്നതും.
ഇപ്പൊ ഈ 600ഓളം ഐഡിയിലുള്ള ആളുകളെ വഞ്ചിക്കാൻ ശ്രമിച്ചത് ഇതേ രൂപത്തില്, അതേ രൂപത്തിൽ തന്നെയാണ് കവലകളിലും ഇവർ പ്രസംഗിക്കാറും അഭിനയിക്കാറുമുള്ളത്. ഏതായാലും അയാൾ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇന്നലെ അയാൾ പറഞ്ഞത് ഫുനൂനിലുണ്ട്, കിതാബുൽ ഫുനൂനിലുണ്ട്. ഇബ്നു അഖീൽ തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇബ്നു തൈമിയന്റെ മുമ്പ് ജീവിച്ച ആളാണ്. ഇപ്പൊ അയാൾ ഉദ്ധരിക്കുന്നത് 8ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയയുടെ ശേഷം ജീവിച്ച ആള് പേരിൽ ഇവരെഴുതിയിട്ടുള്ളതാണ്. കണ്ടില്ലേ? ബോധ്യപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, ചർച്ച മുതലായി. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൈക്കെടുത്ത് കളവ് പറയുന്നു എന്നിട്ട് ജനങ്ങളോട് സമ്മതിപ്പിക്കുക, ഇതാണോ നിങ്ങൾ മര്യാദ? ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ താങ്കളാണ് വിഡ്ഢി. ആ വിഡ്ഢിയാണ് താങ്കൾ എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു മഹാനെക്കുറിച്ച് താങ്കൾ ഇന്നലെ ഈ റൂമിൽ നിന്ന് പറഞ്ഞത് വിഡ്ഢിയാണ് എന്നാണ്. അതുകൊണ്ട് പമ്പര വിഡ്ഢിയായ നിങ്ങൾ പച്ചക്കള്ളമാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മഹാന്മാരെ വിഡ്ഢി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടി നാണം കടേണ്ടി വരും. അത് സൂക്ഷിച്ചോ എന്ന് മാത്രമാണ് താങ്കളോട് പറയാനുള്ളത്. ഞാൻ മൈക്കോട്ടെ. അപ്പോ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിലായി. ഇവിടെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തീർച്ചയായും ഇമാം ഇബ്നു അഖീൽ തന്നെയാണ് ഇത് പറഞ്ഞത്. ഈ ഇബാറത്തങ്ങട്ട് ഈ സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കളവാണ് പറയുന്നത്, സുബുക്കി അതുപോലെ തന്നെ നിങ്ങൾ വെട്ടിത്തരമാണ് പറഞ്ഞത്. ഇനി ഞാൻ തെളിയിക്കും. വായിച്ചു നോക്കൂ. ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കിതാബുൽ ഫുറൂഇൽ പറയുന്നു, وفي الفنون إمام ابن عقيل فنون الفريون لا تخلق القبور بالخلوق والتزويق والتقبيل لها والطواف بها والتوسل بهم إلى الله. ഇത് ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹു തആല ഇബ്നു അഖീലിൽ നിന്ന് നഖൽ ചെയ്യുന്നു. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ കള്ളനാക്കി. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ കളവാക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് ശഫാഅത്ത് ചോദിക്കണം, തവസ്സുൽ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ അത് ഏത് കിതാബിലാണുള്ളത്, അതിന്റെ പേജ് നമ്പർ എത്രയാണെന്ന് പറയണം. ഞാനും പറഞ്ഞു, ആദ്യം നിങ്ങൾ പറയണം ഏത് കിതാബിലുള്ളത്, ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലുള്ളത്. അപ്പൊ നോക്കുമ്പോൾ ഇപ്പൊ ഇബ്നു അഖീലിന്റെ കിതാബിലല്ല ഉള്ളത്, അല്ലേ? കിതാബുൽ മുഫ്ലിഹിലാണുള്ളത്. കിതാബുൽ മുഫ്ലിഹിന്റെ കിതാബാ ആ കിതാബിൽ നഖൽ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എവിടെ ഇബ്നു അഖീലിന്റെ കിതാബ്? ഞാൻ ചോദിക്കട്ടെ, ഇബ്നു അഖീലും ഇബ്നു മുഫ്ലിഹും തമ്മിൽ എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? പാടിമൗലവി മറുപടിയിലൊക്കെ ഇബ്നു അഖീലും ഇബ്നു മുഫ്ലിഹും എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? പറയും, എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? എന്നിട്ട് ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഈ മനഃപൂർവ്വം ഈ കിതാബ് ഇബ്നു മുഫ്ലിഹിന്റേതാണെന്ന് മൂടി വെച്ചിട്ട് നിങ്ങൾ കിതാബിൽ ഫുറൂഇലുണ്ട് എന്നല്ലേ പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ഞാൻ ചോദിച്ച് ഇറങ്ങേറാക്കിയിട്ടാണല്ലോ അവസാനം കിതാബ് ആരുതാണ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തത്, അല്ലേ? അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങളെടുത്ത പണി തന്നെയാണ് നിങ്ങളെ പൊളിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഫുനൂണിലുണ്ടെങ്കിൽ ഫുനൂണിന്റെ പേജ് നമ്പർ എത്രയാണ്? അടിക്ക് മറുപടി. കിതാബുൽ ഫുനൂണിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കിതാബുൽ ഫുനൂണിന്റെ പേജ് നമ്പർ എത്രയാണ്? ആരാണത് പ്രസിദ്ധീകരിച്ചത്? മറുപടി എനിക്ക് പറയും. മൈക്കെടുത്തോ. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് കിതാബുൽ ഫുറൂഅ് ഹംബലി മദ്ഹബിലെ വളരെ മുഅ്തമദായ ഒരു കിതാബാണ്, മനസ്സിലാക്കണം. ഇബ്നു മുഫ്ലിഹും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിൽ വളരെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായ ഇബ്നു അഖീലിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അത് മുഅ്തമദായ ഖൗലാണ്. ഒരൊറ്റ പണ്ഡിതനും ഇബ്നു അഖീൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആരും സമർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇബ്നു അഖീലിൽ നിന്ന് കിതാബുൽ ഫുനൂനിൽ
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാപണ്ഡിതനായ ഹംബലി മദ്ഹബുകാരനായ ഇമാം ഇബ്നു മുഫ്ലിഹ് നഖ്ല് ചെയ്യുന്നു. നഖ്ല് ചെയ്തതോടെ അത് സമ്മതിക്കും ചെയ്യുന്നു. ഇതോടെ ഹംബലി മദ്ഹബിൽ ഇത് മുഅ്തമദായ ഒരു വിഷയമാണെന്ന് ചെയ്യുന്നു. ഇതോടെ ഹംബലി മദ്ഹബിൽ എങ്ങനെയുണ്ട് വഹാബി? എങ്ങനെയുണ്ട്? അപ്പൊ കിതാബുൽ ഫുനൂൻ നിങ്ങൾ കണ്ടിട്ടില്ലോ? കിതാബുൽ ഫുനൂൻ നിങ്ങൾ കണ്ടിട്ടില്ല. എന്തിനാണ് മൗലവി ഈ തട്ടിപ്പൊക്കെ? നിങ്ങളോട് ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണ്? നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ച കോലങ്ങൾ മറക്കരുത്. ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മറുപടി കിതാബുൽ ഫുനൂനുണ്ട്. ഇബ്നു അഖീൽ കിതാബാ. പിന്നെ ഞാൻ ചോദിച്ച് നിങ്ങളെ കൊണ്ട് ടെക്സ്റ്റ് അടുപ്പിച്ചപ്പോഴല്ലേ ജനങ്ങൾക്ക് കാര്യം വരുന്നത്? അപ്പോഴല്ലേ ആളുകൾക്ക് കാര്യം മനസ്സിലായത്? ഇബ്നുൽ മുഫ്ലിഹിന്റെ കിതാബെന്ന് കണ്ടിട്ട് അത് ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ട് എന്ന് വാദിക്കാൻ നിങ്ങൾക്ക് എന്തറിയാനുള്ളത്? ഞാൻ നിങ്ങൾക്ക് പറയാം. ഇബ്നുൽ മുഫ്ലിഹ് അങ്ങനെ നെറ്റൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നുൽ മുഫ്ലിഹ് 8-ാം നൂറ്റാണ്ടുകാരനാണ്. മറക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഇബ്നു അഖീൽ 5-ാം നൂറ്റാണ്ടുകാരനാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു അഖീൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നത് ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോഴാണ് നിങ്ങളെ ബോധപൂർവം പറഞ്ഞത്. ഏതാ പറഞ്ഞത്? കിതാബുൽ ഫുറൂഉ ഫിൽ ഹംബലിയ്യ. കണ്ടോ? കിതാബുൽ ഫുറൂഇലാണുള്ളത്. ഹംബലി എന്ന പേരിലെ കിതാബുൽ ഫുറൂഇലാണുള്ളത്. കേൾക്കണമെന്ന് തോന്നും. ഈ കിതാബുൽ ഫുറൂഉ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ ഇബ്നു അഖീലിന്റെ കിതാബാണെന്നല്ലേ തോന്നുക? ഇപ്പൊ പറയാ ഇബ്നു അഖീൽ പറഞ്ഞിരിക്കുന്നതെന്ന് വേറെ ആള് പറഞ്ഞതാണ്. നോക്കിങ്ങള്, ആരാ പറഞ്ഞത്? 8-ാം നൂറ്റാണ്ടുകാരൻ. ആര് പറഞ്ഞിരിക്കുന്നത്? 5-ാം നൂറ്റാണ്ടുകാരൻ. അത് ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്നല്ല പറയുന്നത്. മനസ്സിലായോ? ഒരു കാര്യം നക്കല് ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറപ്പുറത്ത് നോക്കണം മൗലവി. ഒരു കാര്യം നക്കല് ചെയ്യുമ്പോ. പക്ഷേ ഞങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾ ഈ റൂമിൽ നടത്തിയ പച്ചയായ വഞ്ചനയാണ്. അത് നിങ്ങൾ മറക്കണ്ട. എന്റെ ചോദ്യം എന്തായിരുന്നു? എന്തായിരുന്നു എന്റെ ചോദ്യം? മറുപടി. എന്റെ ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം ഇത് ഏത് കിതാബിൽ നമ്മൾ കണ്ടിരുന്നോ അതോ ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണ് കണ്ടിരുന്നത്? എന്റെ ചോദ്യം പറയുന്നവരോടി. ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വെച്ച് ഞാൻ ഉദ്ധരിച്ചത്? മനസ്സിലായോ? അത് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചുകൊണ്ട് ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണെന്ന് നിങ്ങൾ പറയും. നിങ്ങളെ ഉദ്ധരിച്ചു വന്നത് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ പറയായിരുന്നു. അപ്പൊ നിങ്ങൾ ഉദ്ധരിച്ച കിതാബല്ല കിതാബുൽ ഫുറൂഉ. പിന്നെ ഇബ്നു അഖീലിന്റെതാ. ഇത് പൊളിഞ്ഞപ്പോ പറയാ അത് നെക്കില് വെക്കണം. നെക്കില് 100 ഞാൻ തരാം നിങ്ങൾക്ക്. അത് മതിയോ? നെക്കില് ചെയ്ത് ഞങ്ങൾക്ക് 100 തരാം. അത് മതിയോ നിങ്ങൾക്ക്? അത് ശരി. എന്നിട്ട് തട്ടിപ്പ് നടത്തണം റൂമിന്നല്ലേ? അതുകൊണ്ട് നിങ്ങൾ നടത്തിയ തട്ടിപ്പന്നെ അതെല്ലാവർക്കും തിരിഞ്ഞു. ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലുള്ളതെന്ന് ചോദിച്ചപ്പം മുസന്നിഫിന്റെ പേര് പോലും പറയാതെ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് കിതാബുൽ ഫുറൂഇലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇത് ഇബ്നു അഖീലിന്റെ കിതാബാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഉണ്ടെങ്കിൽ പറയും. ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂൻ ഉണ്ടല്ലോ. കിതാബുൽ ഫുനൂന്റെ എത്രാമത്തെ പേജിലാവുന്നത് എന്ന് പറയും. കേൾക്കട്ടെ ഞങ്ങളൊന്ന് ഉണ്ടെങ്കിൽ പറയും. മൈക്കൊടുത്തു. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിയാർക്കൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇമാം ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂൻ എന്നത് 800 വാല്യങ്ങളുള്ള കിതാബാണ്. ഇമാം ദഹബി ഉദ്ധരിക്കുന്നു. ഈ കിതാബുൽ ഫുനൂന് ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ വാല്യങ്ങൾ മാത്രമേ ലഭ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മുഅ്തമദായ ഇമാമാണ് ഇബ്നു മുഫ്ലിഹ് ഹംബലി മദ്ഹബിൽ. അദ്ദേഹം ഇബ്നു അഖീലിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ ആ നഖ്ല് അത് കളവാണെന്ന് ഒരിക്കലും നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കുകയില്ല. അത് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുനൂനിൽ ഇങ്ങനെ തവസ്സുൽ ഹറാമാണെന്ന് ഇബ്നു അഖീൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫുനൂനിൽ ഇങ്ങനെ തവസ്സുൽ ഹറാമാണെന്ന് നല്ല രസണ്ട് ഇപ്പം. അത് ശരി. നിങ്ങൾക്ക് പറ്റിയതൊരു കിതാബ് കണ്ട ആ നക്കല് കളവാണെന്ന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. അത് സ്വീകരിക്കുകയേ സാധിക്കുകയുള്ളൂ. കണ്ട, നേരത്തെ ഗസാലി നാം ഉദ്ധരിച്ചതോ അതോ നല്ല രസം. നിങ്ങളിവിടെ തുടങ്ങിയല്ലോ വിഷയം. നിങ്ങളിവിടെ ഒരു വിഷയം വന്ന് തുടങ്ങിയല്ലോ. ഇമാം ഗസാലി ഒരു വിഷയം പറഞ്ഞാൽ ഒരു ഹദീസ് നക്കലിലാണ് ഇമാം ഗസാലി. അപ്പോൾ അത് സ്വീകരിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. ഈ പറഞ്ഞ തത്വം അങ്ങോട്ട് കിടക്കൂല. നിങ്ങൾക്ക് വെച്ചുകൊടുത്തിട്ട് മാത്രമേ ഈ തത്വമുള്ളൂ. എവിടുന്നാ മൗലവി വരുന്നത്? നിങ്ങളെവിടുന്ന് വരുന്നത്? ഈ കിതാബിനെ പറ്റി മുസ്ലിംക്കൊന്നും മനസ്സിലായിട്ടില്ല. 800 വാള്യുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ മുസ്ലിംക്ക് മനസ്സിലായത് കേട്ടോ. 800 വാള്യുണ്ടെന്ന് മാത്രമല്ല ഈ കിതാബിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതോട്ടോ കിതാബിൽ ഫുനൂനിൽ 70 വാള്യങ്ങളാണെന്ന് അഭിപ്രായമുണ്ട്.
800 പറഞ്ഞു? 400 വള്ളികളാണെന്ന് അഭിപ്രായമുണ്ട്. അതാണ് പ്രബലമായ അഭിപ്രായം, 800 എന്നുള്ളതല്ല. കേട്ട മൗലവി, 400 വാല്യങ്ങളുള്ള കിതാബാണ്, അല്ലെങ്കിൽ 400-ലധികം വാല്യങ്ങളുള്ള കിതാബാണ് കിതാബുൽ ഫുനൂൻ എന്നാണ് അധിക തബക്കാത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഇൻഷാ അല്ലാഹ് ഞാനൊരു സത്യത്തിലേക്ക് വരാൻ പോവാണ്. പക്ഷെ ആ സത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പറഞ്ഞ നിങ്ങൾക്ക് പാകപ്പെട്ട് ചെത്തിയുണ്ടാക്കിയ ഉസൂലുണ്ടല്ലോ, ആ ഒരു ഇമാമ് അങ്ങനെ പറഞ്ഞു എന്ന്, 5-ാം നൂറ്റാണ്ടിലെ ഒരു ഇമാം അങ്ങനെ പറഞ്ഞു എന്ന് 8-ാം നൂറ്റാണ്ടിലെ മറ്റൊരു ഇമാമ് വിശദീകരിച്ചാൽ ആ ഇമാം പറഞ്ഞത് കള്ളമാണ് എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല, അത് സ്വീകരിക്കുക തന്നെ. ഞാൻ ചോദിക്കട്ടെ, 5-ാം നൂറ്റാണ്ടിലെ ഇമാം ഗസാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഇമാം ഗസാലി പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ വയ്യ? ചോദ്യം കേട്ടോ, ചോദ്യം കേട്ടോ വലരി. ഗസാലിയോ മകനെ പറഞ്ഞാൽ എനിക്ക് നിശ്ചയിക്കാൻ വയ്യ. ഇതോ കിതാബുൽ ഫുനൂൻ ഇബ്നുൽ മുഫ്ലി പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയും. അതെങ്ങനെ, എന്താണ് എന്റെ മാനദണ്ഡം? വൈകൊടുത്തോളൂ, പറഞ്ഞോളൂ. നിങ്ങളെ ഉസൂലൊക്കെ ഞാൻ ശരിയാക്കി. അപ്പോ ഇവിടെ ചോദിക്കുന്നത്, ഇബ്നു മുഫ്ലിഹ് ഇബ്നു അഖീലിൽ നിന്ന് നഖൽ ചെയ്തപ്പോൾ അത് വിശ്വസിക്കണം, എന്നാൽ ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിച്ചത് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം വളരെ എളുപ്പമാണ്. കാരണം ഇമാം ഗസാലി ഉദ്ധരിച്ച ആ റിപ്പോർട്ട് വിശ്വസിക്കാൻ പറ്റില്ല, അത് വഈഫാണെന്ന് ഇമാം ഇറാഖി പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇമാം ഇബ്നു മുഫ്ലിഹ് ഇബ്നു അഖീലിൽ നിന്ന് കിതാബുൽ ഫുനൂനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച ഇബാറത്ത് വഈഫാണോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. നല്ല തമാശ. കിതാബിന്റെ വക്ക് മാത്രം ഓതിയാൽ പോലെ ഉള്ളിലെന്താ ഉള്ളത് നോക്കണം കേട്ടോ. പാടത്തുകൂടി വരമ്പത്തുകൂടി ഇങ്ങനെ പോയാൽ പോരാ, പാടത്തൊക്കെ ഇടക്ക് ഇറങ്ങി വെക്കണം, അപ്പോഴേ അതിന്റെ കോലം മനസ്സിലാവുള്ളൂ. ഒറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നല്ലേ. ഞാൻ പണ്ഡിതന്മാരെ ഘോഷയാത്ര നടത്തും ഇവിടെ, കണ്ടോണ്ടി. ഇത് ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂനിൽ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ ഘോഷയാത്ര നമ്മളിവിടെ നടത്തും. അതാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ പോകുക എന്ന് വെറുതെ പറഞ്ഞതല്ല. പക്ഷേ അതിന്റെ മുമ്പുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ വേറെ തട്ടിപ്പെടുത്തി ഹാഫിൽ ഇറാഖിയ ഹദീസിന്റെ സനദ് ലൈഫ എന്ന് പറഞ്ഞിരിക്കണേ. ഹാഫിൽ ഇറാഖിക്ക് കിട്ടിയ ആ സനദ് തന്നെയാണ് ഇമാം ഗസാലിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് മറുപടി പറയും. ഇമാം ഗസാലി ആ ഹദീസ് വെച്ച് ലൈഫ എന്ന് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? അപ്പൊ ഹാഫിൽ ഇറാഖി വേറെ ഒരു സനദ്, ഹാഫിൽ ഇറാഖിക്ക് കിട്ടിയ സനദ് അനുസരിച്ച് നോക്കിയിട്ട് ആ സനദ് ലൈഫ എന്ന് ഹാഫിൽ ഇറാഖി പറഞ്ഞു എന്നതുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിക്കാൻ അവലംബിച്ചിട്ടുള്ളത് അതേ സനദ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായി. മറുപടി പറയും, മൈക്കെടുത്തോ, മറുപടി. ഓക്കെ. നമ്മളെ വഹാബി മൈക്കിലേക്ക് വരാൻ താമസിച്ചുകൊണ്ടാണ് ഇപ്പൊ മൈക്കെടുത്തു കേട്ടോ. നിങ്ങൾക്ക് അത്ര താമസിക്കണം, മൈക്കൊന്ന് പെട്ടെന്ന് ഇരിക്കും. എന്താ വിഷയം അറിയില്ല. അപ്പൊ നിങ്ങളിത് പറയണം. നിങ്ങളതാ പറയേണ്ടത്, ഹാഫിൽ ഇറാഖിക്ക് കിട്ടിയ അതേ സനദ് കൊണ്ട് തന്നെയാണ് ഇമാം ഗസാലി ഈ വിഷയം ഇഹിയയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഗസാലി ഇമാമിന് വേറെ സനദൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങളടുത്തുള്ള തെളിവുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോ ഇവിടെ ഒന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മൈക്കെടുക്കാൻ താമസിക്കുന്നത് ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വിടുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ അങ്ങനെ അയക്കേണ്ട സമയമില്ല. ഇവിടെ പറഞ്ഞു വരുന്നത്, ഇമാം ഗസാലിക്ക് വേറെ സനദ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഒരു ഊഹം സഹോദരൻ മനസ്സിലാക്കണം. ഇമാം ഗസാലി കിതാബ് ഇഹ്യാ എഴുതുമ്പോൾ അത് വിമർശനങ്ങൾക്ക് വിധേയമായ കിതാബാണ്. മാത്രമല്ല ആ കിതാബിൽ ധാരാളം വ്യാജനെ. നാം പറഞ്ഞത് ഇമാം ഗസാലി ഉദ്ധരിച്ച ആ റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇമാം ഇറാഖി പോലെയുള്ള പണ്ഡിതന്മാരെ വഈഫാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ പറയുന്നത് ഇമാം ഇറാഖി അതിന് ഇസ്നാദ് വഈഫാണെന്ന് പറഞ്ഞു. കാരണം പണ്ഡിതനാണ്, സഹീഹായ ഇസ്നാദ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ധരിക്കേണ്ടതാണ്. മാത്രമല്ല ഇമാം ഇറാഖിയെ ഗണ്ണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് പണ്ഡിതൻ അതിന് വേറൊരു ഇസ്നാദ് ഗണ്ണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങളെ ആ സ്ഥിരം തട്ടിപ്പൊക്കെ വഹാബിയോടെ കട്ടെ. ഇതിനിടക്കൊരു കാര്യം, നിങ്ങൾ സമയം കളയരുത്, പെട്ടെന്ന് മൈക്കെടുക്കണം. അതിന് നിങ്ങൾക്ക് പലരും PM ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു കാരണമല്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ കണ്ടങ്ങൾ ആരുടെ PM അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. പ്രധാനപ്പെട്ട PM മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ.
ഒരു PM ഞാൻ എന്താക്കൂല, നിങ്ങൾക്ക് ചെയ്യാറ് DND ഇട്ടിരുന്നോളൂ. അല്ലാതെ നിങ്ങൾ കുറെ നേരം കഴിയുമ്പോൾ എന്താക്കുക, ഞാൻ ഇവിടെ കുറെ PM വരുന്നുണ്ട്, അത് നോക്കിക്കളാണ്ട് ഇവിടുത്തെ സമയങ്ങൾ കളയരുത്, പെട്ടെന്ന് മൈക്കിലേക്ക് വരണം. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ. ഇമാം ഗസാലി കള്ള ഹദീസ് കിതാബിൽ ഉദ്ധരിക്കുന്ന ആളാണോ? മറുപടി പറയും. ഇമാം ഗസാലി കള്ള ഹദീസ് കിതാബിൽ ഉദ്ധരിക്കുന്ന ആളാണോ? മറുപടി പറയും. മരുന്നോളൂ പറയും. ഗസാലി ഇമാമിന്റെ കിതാബിനെതിരെ വേറൊന്ന് കേട്ടോളൂ. ഇമാം ഇറാഖ്, നിങ്ങളിപ്പോ പറയും ഇമാം ഇറാഖ് ലൈഫാക്കി എന്ന് പറഞ്ഞില്ലേ? ഈ ഇമാം ഇറാഖ് ലൈഫാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹദീസ് നിങ്ങളെ ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയിട്ടുണ്ടല്ലോ, കേട്ടോ? ഇറാഖ് ലൈഫാന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസ് ലൈഫായി നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? നിങ്ങളെ ഷെയ്ഖ് അൽബാനിയിലിപ്പോ അടുത്ത കാലത്ത് മരിച്ച ആളാണല്ലോ. ഈ അൽബാനി ഈ ഇറാഖ് ലൈഫാക്കിയ കുറെ ഹദീസ് അയാൾ സഹീഹാക്കിയിട്ടുണ്ടല്ലോ. അതിന് നിങ്ങൾക്ക് പറ്റിയത്? അതെങ്ങനെ നിങ്ങൾക്ക് പറ്റിയത്? മാത്രമല്ല ഞാൻ ചോദിക്കുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പച്ച കള്ളം ഉദ്ധരിക്കുന്ന ആളാണോ? മറുപടി പറയും. ബിസ്മില്ലാ. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ഇമാം ഇറാഖിക്ക് കിട്ടാത്ത സനദ്, അല്ലെങ്കിൽ ഇമാം ഇറാഖ് കിട്ടാത്ത സനദ് ഒരു പക്ഷേ ഇമാം ഗസാലിക്ക് ഉണ്ടാവും എന്നാണ് ഒരു ഊഹം പറഞ്ഞു. ആ ഊഹത്തിൽ തെളിവൊന്നും മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. പിന്നീട് ഇവിടെ പറഞ്ഞത് ഇമാം ഗസാലി വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണോ? സഹോദരൻ കാര്യം മനസ്സിലാക്കണം. മനഃപൂർവ്വം ഉദ്ധരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത കാര്യമാണ്. പക്ഷെ ഇമാം ഗസാലിക്ക് ഹദീസിൽ പാണ്ഡിത്യമില്ല. അത് ഇമാമിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അബദ്ധത്താൽ ധാരാളം വ്യാജ ഹദീസുകൾ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ട് എന്ന് ഇമാമിങ്ങൾ അല്ല. പാവം ഗസാലി ഇമാമ് നേരത്തെ മരിച്ചതുകൊണ്ട് ഹദീസൊന്നും കിട്ടാതെ പോയി. ഈ വഹാബി പറഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ ഗസാലി ഇമാമിന് ഹദീസിനും കൂടി കുറച്ച് കുറവുണ്ടായില്ലെങ്കിൽ മികത്തേന് എന്തേ വൈവുണ്ടാകുമോ ഗസാലി ഇമാമിനൊരു ഹദീസ് ഓതി കൊടുക്കാൻ? അല്ല, അറിയിച്ച് ചോദിക്കുക. ഗസാലി ഇമാമിന് ഹദീസ് കിട്ടാത്ത ആളാണല്ലോ. എവിടുന്ന വഹാബി നിങ്ങളൊക്കെ കയറിയിരുന്നത്? അങ്ങോട്ട് പറയുന്നേ എല്ലാ ഇമാമിങ്ങളെ പറ്റി യാതൊരു ലെവലും ഇല്ലാതെ. ഇപ്പൊ ഗസാലി ഇമാമിന്റെ വെട്ടിക്കിട്ടുള്ള കളി. ഗസാലി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. എവിടുന്ന നിങ്ങളൊക്കെ വരുന്നത്? ഞാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാല് ഇമാം ഗസാലി അങ്ങനെ ഒരു വിഷയം കിതാബ് പറഞ്ഞു കേട്ടോ. അതെ, നിങ്ങളെന്നെ ഇമാം ഗസാലിയെ പറ്റി എഴുതിച്ചെന്ന് 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദീന മനസ്സിലാക്കിക്കോ. വഹാബികളാണെങ്കിൽ നിങ്ങൾ വഹാബിയാണെങ്കിൽ നിങ്ങളുടെ പേര് വഹാബിന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. വഹാബികൾ എഴുതിയത് ഇമാം ഗസാലിയെ കുറിച്ച് 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദീന. അപ്പൊ നോക്കുമ്പോ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദൊന്നും ഹദീസിട്ടിട്ടില്ല. പഠിച്ചോനെ എന്താ ചെയ്യാ? ഗസാലി ഇമാമൊക്കെ ഇക്കാലത്ത് ജീവിച്ചിട്ടാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്നൊന്ന് കിതാബ് ഓതിയാൻ മതിയെന്നു, പക്ഷെ ഹദീസ് കിട്ടിയിരുന്നു. ഇജ്ജാതി ബുദ്ധിത്തൊന്നും പറയരുത് മൗലവി. ഇതൊക്കെ കേൾക്കാനേ കുറച്ച് പ്രയാസമുണ്ട്, മനസ്സിലായോ? ബുദ്ധിത്തം പറഞ്ഞൊരു അതിരൊക്കെ വേണം. ഗസാലി ഇമാമിന് ഹദീസ് കിട്ടില്ലായിരുന്നു അപ്പൊ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗസാലി ഇമാമിന്റെ കിതാബിനെ പറ്റി വിമർശനം വന്നിട്ട് മുപ്പര് വേറെന്ന് പറഞ്ഞില്ല. വിമർശനം വരാത്ത കിതാബ് ലോകത്ത് ഏതാനുള്ളത്? ഖുർആനല്ലാത്ത ഖുർആനെ പറ്റി വിമർശനം വന്നിട്ടില്ലേ? ഇല്ലേ? വന്നിട്ടില്ലേ? വിമർശനം വരാത്ത കിതാബ് ലോകത്ത് ഏതാ മൂലമുള്ളത് ഒന്ന് പറയും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന്. ബുഖാരിയിൽ വരെ വഹാബി മൗലവിമാർ തന്നെ വിമർശനം പറഞ്ഞിട്ടില്ലേ? മുസ്ലിം അതിന്റെ വിമർശനം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ലോകത്ത് മുസ്ലിമീങ്ങൾ വളരെയധികം ഇത്തിഫാഖോടുകൂടി സ്വഹീഹാണ് എന്ന് അംഗീകരിച്ച കിതാബുകൾക്കെതിരെ പോലും വഹാബി മൗലവിമാരടക്കം വിമർശനം പറഞ്ഞിട്ടില്ലേ? കുറെ വിമർശനം പറഞ്ഞ കിതാബാണ്. ഇമാം ഗസാലിയുടെ ഇഹിയക്ക് വന്ന വിമർശനവും ഇമാം ഗസാലിയുടെ ഇഹിയക്ക് വന്ന പുകഴ്ത്തലും അംഗീകാരവും അത് രണ്ടുകൂടി വെച്ചു നോക്ക്. അപ്പൊ മനസ്സിലായി ഏതാ കൂടുതൽ. മനസ്സിലായോ? ഇതൊന്നും അറിയാതെ എന്തെങ്കിലൊക്കെ എടുത്താണ്ട് ചാടല്ലേ. അവിടെ മൗലവി മനസ്സിലാക്കിക്കോ. വെറുതെ നിങ്ങളുടെ ഞാൻ ചർച്ച അങ്ങോട്ട് മാറിയെന്ന കോലാപ്പം ഞാൻ പറഞ്ഞു. അങ്ങോട്ട് മാറിയെന്നെന്താ? നിങ്ങൾക്ക് തെളിവാകാൻ നിങ്ങൾ പച്ച അബദ്ധം നടത്തി. എന്താ പറഞ്ഞത്? ജനങ്ങളെ കബളിപ്പിച്ചു. എങ്ങനെ? ഇമാം ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ പറഞ്ഞപ്പോ ഇത് ഇന്നയാളുടെ കിതാബാണ് എന്നുകൂടി പറയാതെ നിങ്ങൾ എന്ത് പറഞ്ഞു? ആ കിതാബിന്റെ പേജ് നമ്പർ പറഞ്ഞു. ഏത് കിതാബിന്റെ? ഇബ്നു അഖീലിന്റെ കിതാബ് ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കിതാബിന്റെ പേരും പറഞ്ഞു. അന്വേഷണം നടത്തിയപ്പോഴോ
ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് ഇത് വേറെ ആളെ കിതാബാണ്. എന്തിനാ മൗലവി ഇതിനൊക്കെ നിൽക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞറിയോ? ഇയാള് ഉദ്ദേശിച്ചാൽ അത് കളവാകാൻ തരമില്ല. അവിടുന്നാണ് ഇതിന്റെ ചോദ്യം വന്നത്. അപ്പൊ ഗസാലി ഇമാം ഉദ്ദേശിച്ചാൽ എങ്ങനെ കളവാകാൻ തരാകുവാൻ? ഹാഫിദ് വാക്കി ഒരു സമയത്ത് ലൈഫ എന്ന് പറഞ്ഞതുകൊണ്ട് ഗസാലി ഇമാമിന് കിട്ടിയ അതേ സഹീമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇമാം ഗസാലിക്ക് ഇഹിയയിൽ പറയുന്ന ഒറ്റ ഹദീസിനും സനദ് പറയുന്ന പരിപാടിയില്ല. അതാണ് ഇമാം ഗസാലിയുടെ ശൈലി. മിസ്കാത്തിലുണ്ടോ സനദ് പറയുന്ന പരിപാടി? അയ്യാച്ചിക്കാണ് മിസ്കാത്തൊക്കെ തെറ്റാണ്. നമ്മളെ ഗുരുകൾ പറയാനുണ്ടോ സനദ് പറയുന്ന പരിപാടി? സനദ് പറയുന്ന പരിപാടിയില്ലാത്ത ലോകത്ത് കിതാബുണ്ട്. അതിന് പറഞ്ഞത് തെറ്റാണോ? അല്ല. ഒരു ഹദീസിന് വ്യത്യസ്തങ്ങളായ സനദുകളുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സനദ് തെറ്റാണ്, അത് ബലഹീനമാണ്, തെറ്റാണല്ല സോറി ബലഹീനമാണ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞതുകൊണ്ട് ആ ഹദീസിന്റെ എല്ലാ സനദുകളും തെറ്റാണെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇബ്നുൽ മുഫ്ലിഹ് പറഞ്ഞത് കളവല്ല, ഇബ്നുൽ മുഫ്ലിഹ് പറഞ്ഞതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാവുന്നതാണ് എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഇമാം ഗസാലി പറഞ്ഞത് സ്വീകരിച്ചൂടാ എന്നായിരുന്നു എന്റെ ചോദ്യം. ആ ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴാണ് നമ്മൾ പഴയ വിഷയത്തിൽ തന്നെ പോയത്. അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരി, അതിന് കൂടണ്ട കേട്ടോ, നിങ്ങൾ വരി. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു അഖീൽ പറഞ്ഞല്ലോ, ഇബ്നു അഖീൽ പറഞ്ഞു ഞങ്ങൾ കിതാബുൽ ഫുനൂനിലുണ്ട്. കിതാബുൽ ഫുനൂനിന്റെ പേജ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് കണ്ടോളൂ. ഏത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്ത് നിങ്ങൾ പറയുന്നത് കിതാബുൽ ഫുനൂനിലുണ്ട് എന്നാണ്. ഇബ്നു അഖീലിന്റെ കിതാബെന്ന് ഞാൻ നേരത്തെ ഒന്ന് വായിച്ചു. ഇനി കേട്ടോ, ഇബ്നു അഖീലിന്റെ കിതാബെന്ന് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങൾക്ക് തിരിയില്ല. ഇബ്നു അഖീലിന്റെ കിതാബെന്ന് കേട്ടോളൂ. وأما قولك ليس للإنسان تصرف بالشفاعة لنفسه فليس كذلك فإنه يتوسل إلى الله تعالى في ذنوبه بالنبي وأهل بيته وصحابه. കേൾക്കണ്ടോ? ഇത് എവിടെ വായിക്കണറിയോ? ഇബ്നു അഖീൽ നമ്മൾ പറഞ്ഞതായി വായിക്കണത്. ഇബ്നു അഖീൽ നമ്മൾ പറഞ്ഞതാണ് ഈ വായിക്കണത് കേട്ടോ. وأما قولك ليس للإنسان تصرف بالشفاعة لنفسه, നീ പറയുന്നത് ഒരു മനുഷ്യന് തനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതിൽ സ്വന്തമായി അധികാരമില്ല. സ്വന്തം പറഞ്ഞാൽ അള്ളാന്റെ സഹായം കൊടുത്ത് അള്ളാന്റെ അനുമതി ഇല്ലാതെ എന്നല്ലോ എന്നർത്ഥം. അള്ളാഹുവിന്റെ അനുമതിയോടെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഫലൈസ കദാലിക, അത് ശരിയല്ല. ഫഇന്നഹു യതവസ്സലു ഇലല്ലാഹി തആല, നിശ്ചയം അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാം. ഫീ ദുനൂബിഹി, അവന്റെ തെറ്റുകുറ്റങ്ങളിൽ. ബിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. വഅഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. വഅസ്ഹാബിഹി, റസൂലുള്ളാഹിന്റെ അസ്ഹാബിനെ കൊണ്ടും തവസ്സുൽ ചെയ്യാം. കേൾക്കണ്ട? ഇതാണ് ഇബ്നു അഖീൽ പറഞ്ഞത്. ഇതാണ് ഇബ്നു അഖീൽ എവിടെ കിതാബ് വെച്ച് എവിടെ ഒരു ഉദ്ധരണി കിട്ടിയപ്പോ അത് കണ്ട് പാട് പറഞ്ഞിട്ട് പതുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇബ്നു അഖീൽ പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ചത് കണ്ടോ. എന്നിട്ട് നിങ്ങൾ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്യുന്നത് പാടില്ല എന്ന് ഇബ്നു അഖീൽ പറഞ്ഞിരിക്കണമെന്ന്. ഞാൻ നേരത്തെ ഒരു ഉദ്ധരണി കേൾപ്പിച്ചു. ഇബ്നു അഖീൽ പറഞ്ഞത് എന്താ? അവിടെ ഇബ്നു അഖീൽ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നാൽ നബി തങ്ങളെ ശഫാഅത്ത് ചോദിക്കണം, നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണം. അതാണ് ഇബ്നു അഖീൽ അവിടെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ വേറെന്നാ വായിച്ചത്, നേരത്തെ വായിച്ചതല്ല. ഇതിൽ പറയേണ്ട നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണം, നബി തങ്ങളുടെ കുടുംബത്തെ കൊണ്ട് തവസ്സുലാക്കണം, നബി തങ്ങളുടെ സഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം. ഇതാണ് ഇബ്നു അഖീൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതില്ല മൗലവി, കിതാബിന്റെ ഉദ്ധരണിയാണ് ഈ വായിച്ചത്. മറുപടി ഉണ്ടെങ്കിൽ പറയുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ഇമാം ഗസാലിനെ വിട്ടുകെട്ടോ. എന്താ കാരണം? ഇമാം ഗസാലിയുടെ കിതാബ് വിമർശനത്തിന് വിധേയമായ കിതാബാണ്. ഒരു ഇബാറത്ത് തിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇബ്നു അഖീലിലേക്ക് നീങ്ങുകയാണ്. ഇമാം അബൂബക്കർ തുർത്തൂശി റഹ്മഹുല്ലാഹ് ലോക പ്രശസ്ത മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഷഹന അബൂ ഹാമിദ് അൽ ഇഹ്യാ ബിൽ കദിബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹാമിദ് അൽ ഗസാലി ഇഹ്യായിൽ ധാരാളം കളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇമാം അബൂബക്കർ തുർത്തൂശി റഹ്മഹുല്ലാഹ് പറയുന്നു. ഇത് എന്റെ വർത്താനമല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇമാം ഗസാലി ഇഹ്യായിൽ ഒരു ഹദീസോ ഒരു അസറോ ഒരു ഹദീസോ ഉദ്ധരിക്കുമ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇമാമിയങ്ങൾ അതിൽ മൗദൂആത്തുണ്ട്, കുറേ വ്യാജങ്ങൾ അതിൽ മൗദൂആത്തുണ്ട്. മൗലവി
നമ്മൾ തുടങ്ങിച്ച വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് കിടക്ക്. അതാണ് ഇമാം ഗസാലിന്റെ അടുത്തേക്കാണ് പറയുന്നത്. ഞാൻ തിരിച്ചു കൊടുന്നതാണ് വിഷയത്തേക്ക്. മനസ്സിലായോ? ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചുകൊണ്ട് കൊടുന്നതാ. എന്നിട്ട് മാറിപ്പോകാൻ കാരണം എന്തെങ്കിലും നിങ്ങൾ മനസ്സിലായോ? ജംഗ്ഷൻ എല്ലാവർക്കും ചെയ്യുന്നു. എന്തെയ്യുന്നു ജംഗ്ഷൻ? ശരിക്കും മനസ്സിലായിക്കോ. നിങ്ങൾ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ കിതാബ് തീരുമാനാക്കുക കേട്ടോ. വിഷയം മാറ്റി മറ്റേ വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങൾ നേരത്തെ ഒന്നിന് നെറ്റിൽ പറ്റുന്നു മറ്റേതിന് നെറ്റിൽ പറ്റൂല എന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബാക്കിൽ അങ്ങനെ കൂടിയാലേ നമ്മളെ വിഷയം പൊരുത്തപ്പെടും. അതുകൊണ്ട് പറയും, ഞാനിപ്പോ രണ്ടാമതൊരു വാർത്ത വായിച്ചല്ലോ ഇബ്നു അഖീലിന്റെ. ഇബ്നു അഖീൽ പറയുന്നത് ശരിക്കും കേട്ടോളൂ കേട്ടോ. നമ്മളെ വിഷയം ഇതാണ്, വിഷയം മാറ്റണ്ട. നമ്മുടെ വിഷയം ഇതാണ്. രണ്ടാമത് ഞാനൊരു ഇബാറത്ത് വെച്ചല്ലോ. എന്താണ് ആ ഇബാറത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണം, സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം, അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുലാക്കണം. ഇതാണ് ഇബ്നു അഖീൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് എല്ലാ തവസ്സുലും ഹറാമാണ് എന്നാണ് ഇബ്നു അഖീൽ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മൈക്കെടുക്ക്, ഇത് പറയും മൈക്കെടുത്തോളൂ. അപ്പോ ഇമാം ഗസാലിയുടെ വിഷയം ഈ ഇസ്തിഗാസവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇന്നലെ രാത്രി ചർച്ച വിഷയവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. അതുകൊണ്ടാണ് അതിലും ഊന്നൽ നൽകുന്നത്. കാരണം നിങ്ങളാണ് ഇഹ്യായെ പിന്നെയും എടുത്തത്. അതുകൊണ്ട് നാം പറഞ്ഞത് നിങ്ങൾ ചോദിച്ചു മൗലവി നിങ്ങളോട് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇഹ്യായെ പിന്നെയെടുത്ത് നമുക്ക് വേണമെങ്കിൽ നാളെ ചർച്ച ചെയ്യാം. ഇപ്പൊ തുടങ്ങി വെച്ച ചർച്ച തീർത്തിട്ട് മതി. അടുത്ത വിഷയത്തിലേക്ക് മാറില്ലേ. ഇഹിയ പിന്നെടുത്ത എന്തിനാ? നിങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് തിരിയാനാ. ഇഹിയയിലെ നക്കല് സ്വീകരിക്കാൻ പറ്റൂലെന്നും ഇബ്നു മുസ്ലിമിന്റെ കിതാബുൽ ഫുറൂഇ നക്കല് സ്വീകരിക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. അത് നിങ്ങൾ ഇനി അതിനെ പിടിച്ചുകൊണ്ട് അത് നിങ്ങൾ നാളെ വന്നോളി ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ തൗഫീഖ് നിങ്ങൾ ഇഹിയാണ് പഠിപ്പിച്ചത്. നിങ്ങളെന്താ മനസ്സിലാക്കിയേ? ഇഹിയല്ല. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയ നേരമല്ലോ. ഇപ്പൊ കുടുങ്ങിയ നേരാ. എന്താ കുടുങ്ങിയ നേരം? ഇബ്നു അഖീലിനെ പറ്റി കള്ളം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. ഇബ്നു അഖീലിന്റെ കിതാബിലുണ്ടെന്നു കിതാബ് തിരിക്കാൻ പറഞ്ഞ് കിതാബില്ല. പിന്നെ ഇബ്നു മുസ്ലിമിന്റെ കിതാബ് നിങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ആദ്യമേ ചോദിച്ചു, എല്ലാ തരത്തിലുള്ള തവസ്സുലും ഹറാമാണെന്നാണോ ഇബ്നു അഖീൽ പറഞ്ഞത്? അതേ ആണ്. നിബിധങ്ങളെ കൊണ്ടുള്ള തവസ്സുലടക്കം ഹറാമാണ് എന്നാണ് ഇബ്നു അഖീൽ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി ക്ലാസ് റൂമിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 2 ഇബാറത്ത് നിങ്ങൾക്ക് വായിച്ചത്. നിങ്ങൾ മറക്കണ്ട, 2 വായിച്ചെന്നു. ഒന്നാമത്തേൽ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി നബിയിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് ചോദിക്കണം. അത് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചു. രണ്ടാമതാ നിങ്ങളിങ്ങനെ പോവുള്ളോ. ഞാൻ രണ്ടാമതൊന്ന് വായിച്ചു. എന്താ വായിച്ചത്? ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് തന്നെ നിങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം, സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കൊണ്ട് തവസ്സുലാക്കണം. ഇത് ഞാൻ വായിച്ചു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയും. ഇനി നിങ്ങൾ മറ്റേ ചർച്ച ഇങ്ങനെ കൊണ്ടുപോയി നീട്ടണ്ട. ഈ വിഷയം നമുക്കൊരു വഖഫിൽ എത്തിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഇന്നത്തെ വിഷയം നമ്മൾ തുടങ്ങിയത് ഇതാണ്. ആ വിഷയം പൂർത്തിയാക്കും. നാളെ നിങ്ങൾ വന്നോളി, നമ്മൾ കയ്യട്ടെ, നാളെ വന്നോളി നിങ്ങൾ സാലിവാൻ ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് ഇത് പറയും. 2 തെളിവ് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മൈക്കെടുത്ത് പറയും. ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് നിങ്ങളിങ്ങനെ തട്ടിക്കേറിയാല് എങ്ങനെ കാര്യം മുന്നോട്ട് പോവുക? നിങ്ങളൊരു ചോദ്യം ചോദിച്ചാണ്. എന്താണത്? എന്തുകൊണ്ട് ഇഹ്യാ സ്വീകരിക്കാൻ പറ്റൂല? ഇമാം ഇബ്നു അഖീലിൽ നിന്ന് നഖൽ ചെയ്ത് സ്വീകരിക്കാൻ പറ്റും. അതിന്റെ മറുപടി വളരെ കൃത്യമാണ് ശ്രോതാക്കൾക്ക്. എന്താണത്? സുഹൃത്തെ, ഇഹിയന്റെ കാര്യം നാളെ ചർച്ച ചെയ്യാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെന്തെങ്കിലും വിഷയം ഇങ്ങനെ മാറ്റി കൊണ്ടുപോകണത്? ഇഹിയന്റെ കാര്യം നമുക്ക് നാളെ ചർച്ച മനസ്സിലാവുണ്ടോ? നിങ്ങളെങ്ങനെ നാളെ പോന്നോളി. നിങ്ങൾ തയ്യാറാണോ? നാളെ ചർച്ച ചെയ്തോളൂ. അതേ സ്ഥാനത്ത് ഇന്ന് നമ്മളോട് ചർച്ച തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിനെങ്ങനെ വിളിച്ചോളുന്നത്? ഇഹിയന്റെ ചർച്ച അല്ല നമ്മൾ തുടങ്ങിയ ചർച്ച, മറക്കണ്ട. ഇഹിയയുടെ ചർച്ച നിങ്ങൾ കാണിച്ച ഇരട്ടത്താപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്തിട്ടതാ. അതിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മതി. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ നമുക്ക് നോക്കാം.
നാളെ നമുക്ക് തർക്കങ്ങൾ വന്നോളൂ. അതേ സ്ഥാനത്ത് നമ്മളിപ്പോ തുടങ്ങി വെച്ചിട്ടുള്ള ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് ഹറാമാണെന്ന് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങിയത് ആരാ പറഞ്ഞത്? ഇബ്നു അഖീൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇബ്നു അഖീൽ ഏത് നൂറ്റാണ്ടാണ്? 5-ാം നൂറ്റാണ്ടുകാരൻ. ഏത് കിതാബിലാണെന്ന് നിങ്ങളൊരു കിതാബ് വായിച്ചു. കിതാബ് നോക്കുമ്പോഴോ ഇബ്നു അഖീലിന്റെ കിതാബ് അല്ല, 8-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നുൽ മുഫ്ലിഹിന്റെ കിതാബ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ അഖീൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ നിലക്കുള്ള തവസ്സുൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയ അബദ്ധമാണിത്. അങ്ങനെയാണെങ്കിൽ ഇബ്നുൽ അഖീലിന്റെ കിതാബിൽ നിന്ന് ഞാൻ 2 ഉദ്ധരണി വായിച്ചല്ലോ. ഒന്നാമത്തെ ഉദ്ധരണിയിൽ എന്താണുള്ളത്? റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് ശഫാഅത്ത് തേടണം, റസൂലുള്ളാഹിനെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞാൻ വായിച്ചു. രണ്ടാമത്തെ ഉദ്ധരണി ഞാൻ വായിച്ചു. എന്താ രണ്ടാമത്തെ ഉദ്ധരണിയിലുള്ളത്? റസൂലുള്ളാഹിനെ കൊണ്ട് പാപമോചനത്തിന്റെ തവസ്സുലാക്കണം, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കൊണ്ട് തവസ്സുലാക്കണം, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഉദ്ധരണി ഞാൻ വായിച്ചിട്ട് നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരൂ. എന്താണ് ഒഴിച്ചുവിടുന്നത്? ആ വിഷയത്തിലേക്ക് വരി. ഗസാലി ഇമാമിന്റെ ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഒരു ദിവസം കൊണ്ട് 2 തീർക്കാൻ കഴിയില്ല. അങ്ങനെ തീർത്താൽ 2 ഇല്ലാതെയോ. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഇബ്നു അഖീലിന്റെ കിതാബ് കണ്ടിട്ടില്ല. ഇബ്നു അഖീലിന്റെ കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കാനും സാധിക്കൂല. അതേ സ്ഥാനത്ത് ഇബ്നു അഖീൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണമെന്നാണ്. കണ്ടോ? റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണമെന്നാണ്, സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണമെന്നാണ്, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കൊണ്ട് തവസ്സുലാക്കണമെന്നാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ വിഷയം തീരുമാനിച്ചോ? എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഗസാലി നമ്മൾ ചർച്ച തുടങ്ങാം കേട്ടോ. ഇതിന്റെ മറുപടി പറയും. ഏതായാലും ഇമാം ഗസാലിയുടെ ഇഹ്യാഇൽ കളവുണ്ടെന്ന് ഇമാം തുർത്തൂശി പറഞ്ഞത് അദ്ദേഹം അംഗീകരിച്ച മട്ടിലാണ്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നീട് ഒരു ചോദ്യം എന്താണെന്നാല് ഇവിടെ ഇമാം ഇബ്നു അഖീലിന്റെ വേറൊരു ഇബാറത്ത് വായിച്ചു എന്നാണ്. എന്തായാലും ഇവിടെ അല്ലല്ല, നോണ പറയരുത് മൗലവി, നോണ പറയരുത്. ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഞാൻ അംഗീകരിച്ചോ ഇമാം ഗസാലിന്റെ കിതാബിൽ നോണയാണെന്ന്? ഞാൻ പറയും നാളെ ചർച്ച ചെയ്യാനാണ്. എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? എന്തൊരു കഷ്ടാണ്. ഞാൻ അംഗീകരിച്ച മട്ടാണ്. നിങ്ങൾക്ക് വിഷയത്തിൽ നിന്ന് തടിയിടാൻ വേണ്ടിയിട്ട് ഗസാലി ഇമാമിന്റെ പിടിച്ചിട്ടാണ് രക്ഷപ്പെടാൻ നോക്കണല്ലേ? നടക്കൂല മലവി, നടക്കൂല. ഗസാലി ഇമാം കള്ളം പറഞ്ഞ് സമ്മതിച്ചാൽ ഞങ്ങൾ തയ്യാറല്ല. നാളെ നമ്മൾ ചർച്ചയ്ക്ക് വന്നോളി, തെളിയിച്ചത് തരും. അതേ സ്ഥാനത്ത് ഇന്നത്തെ ചർച്ച ഗസാലി ഇമാമിന്റെ ചർച്ച അല്ല തുടങ്ങിയത്. ആയിമ കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് തുടങ്ങിയതിനൊന്നും നിങ്ങൾ തയ്യാറാകണ്ട, നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ സമ്മതിക്കൂലെന്നാ പറഞ്ഞത്. നിങ്ങൾ നാളെ വന്നോളൂ, ഞങ്ങൾ തയ്യാറാണ് സംസാരിക്കാൻ. അതേ സ്ഥാനത്ത് ഗസാലി ഇമാം പറഞ്ഞ കള്ളാണ്, ഞങ്ങൾ അംഗീകരിച്ച മട്ടാണ്. എന്തിനാ അതൊക്കെ പറഞ്ഞത്? ഞങ്ങൾ അംഗീകരിച്ചോ? ഗസാലി ഇമാമിനെ നിങ്ങൾ കള്ളം നിങ്ങൾ ചോദ്യം ചെയ്യില്ല നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് ഇവിടെയുള്ള വിഷയം പറയോ, നിങ്ങൾ അതിലെങ്ങനെ പോയിട്ട് നിങ്ങൾ തുടങ്ങി വെക്കുന്ന ജനങ്ങളെ മറക്കണം. അത് തൽക്കാലം ഇവിടെ നടക്കൂല. ഗസാലി ഇമാമിന്റെ വിഷയം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. തീരുമാനാക്കിക്കോ, നാളെ ചർച്ച ചെയ്യാം. ഇന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി എന്താ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞല്ലോ ഇബ്നു അഖീൽ തവസ്സുലിനെ എതിർത്തിട്ടുണ്ട്. എല്ലാ തവസ്സുലിനും, അതായത് ഖബറിൽ വെച്ചൊന്ന് തവസ്സുലെടുക്കുക, റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കി ദുആ ചെയ്യുക, ഇതിനെ എതിർത്തിട്ടുണ്ട്. ഞാൻ ഇബ്നു അഖീൽ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ കിതാബിൽ നിന്ന് 2 ഉദ്ധരണി ഞാൻ വായിച്ചു. 2 എന്താണുള്ളത്? റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് ചോദിക്കുന്നത്, റസൂലുള്ളാഹിനോട് മുന്നിട്ട് റസൂലുള്ളാഹിനെ തവസ്സുലാക്കി ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ തവസ്സുലാക്കുന്നത്, അസ്ഹാബിനെ തവസ്സുലാക്കുന്നത്, അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഞാൻ വായിച്ചു. നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ? ഇതാണ് പറയേണ്ടത്, ഇതാണ് പറയേണ്ടത്. ഇനി മറ്റേതിനെ പറ്റി ഒന്നും പറയേണ്ട. അതിന്റെ ചർച്ച നാളെ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ് നോണകൾ അംഗീകരിച്ചു എന്നല്ല, അതിന്റെ ചർച്ച ഇൻഷാ അല്ലാഹ് നാളെ. ഇന്നത്തെ വിഷയം മാറ്റണ്ട, ഇതാണ് ഇന്നത്തെ വിഷയം. ഞാൻ 2 ഉദ്ധരണി കേട്ടം ബേജാറായിക്കണമെങ്കിൽ എനിക്ക് ഒരാൾ ബേജാറ് നിൽക്കില്ലേ? വരി, നിങ്ങൾ ഇരിക്കു വരി. ഇമാം ഇബ്നു അഖീൽ നിങ്ങളെ വരി പച്ച കള്ളം ഇങ്ങനെ പറഞ്ഞെടുക്കുക. നിങ്ങൾ വരി പറയും. ഇബ്നു അഖീൽ നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം, സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുലാക്കണം. ഇതാണ് ഇബ്നു അഖീൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നീ കൊടുത്തോളൂ. അപ്പോ ഇവിടെ ഇമാം ഗസാലിയുടെ വിഷയം പറയാനുള്ള കാരണം പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യണം. ഇന്നലെ ഷാഫി സലാഹിനോട് ആ ജീഷാൻ എന്ന സുഹൃത്ത് സംസാരിച്ചപ്പോൾ ഗസാലിയുടെ ആ ഉദ്കുർന യാ മുഹമ്മദ് എന്ന ഇബാറത്ത് കൊണ്ട് ഇങ്ങനെ കണിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഗസാലി ഇമാമിന്റെ ആ ഇഹ്യാഇൽ പലതും മൗദൂആത്തും ദഈഫും ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ശരി, ആ വിഷയം ഞാനിങ്ങനെ ചർച്ച ചെയ്യാം. പക്ഷെ അത് ഇമാമിയങ്ങൾ അത് സ്ഥിരപ്പെടുത്തിയ കാര്യമാണെന്ന് എല്ലാവരും ഓർമ്മിക്കണം.
പിന്നീട് ഇവിടെ പറയുന്ന വിഷയം എന്താണ്? ഇമാം ഇബ്നു അഖീലിന്റെ വേറൊരു ഇബാറത്ത് ഉദ്ധരിച്ചു എന്ന്. അതെന്താ പ്രശ്നം? വേറൊരു ഇബാറത്ത് ഞാനും ഉദ്ധരിക്കാം. ഇമാം ഇബ്നു അഖീൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്സിർരി അല്ലദീ ബൈനക വബൈന ഫുലാൻ. അല്ലാഹുവേ, നീയും ഒരു വ്യക്തിയും തമ്മിലുള്ള ഹഖ്, സിർറ്, അതിന്റെ അടിസ്ഥാനത്തിൽ തവസ്സുൽ ചെയ്യുക. ഒരാളെ സംബന്ധിച്ച് എന്താണ് ഇബ്നു അഖീൽ പറഞ്ഞത്? ലൗലാ ഹമാഖതു ഹാദൽ ഖാഇൽ, ഈ ഖാഇൽ ഹമാഖത്ത് പറയുന്നവനാണ് എന്നാണ് ഇമാം ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വേറൊരു ഇബാറത്തിൽ പറയുന്നത്. ഒന്നുകൂടി ഇബാറത്ത് വായിച്ചരാ. വഖാല, ഇബ്നു അഖീൽ പറയുന്നു, ഫീ ഖൗലിൽ മുതവസ്സിലീന ബിൽ മയ്യിത്ത്, അല്ലാഹു പറയുന്നു ഫീ ഖൗലിൽ മുതവസ്സിലീന ബിൽ മയ്യിത്ത്. അല്ല, ഇബാറത്ത് വായിക്കണ്ട, കിതാബും പേജ് നമ്പറും പറയും. അത് ശരി. ഇബാറത്ത് ഒന്ന് വായിച്ചപ്പോ തന്നെ എങ്ങനെ കേട്ടു? കേൾവിക്ക് കുറവൊന്നുമില്ല. കിതാബും പേജ് നമ്പറും പറയും. മൈക്കെടുക്ക്. അതല്ല, ഇപ്പോ ഞാൻ മാത്രം കിതാബിന്റെ പേരും പേജും പബ്ലിഷിംഗ് ഹൗസൊക്കെ പറഞ്ഞാൽ മതിയോ? ഞാനാണ് അങ്ങോട്ട് ആദ്യം ചോദിച്ചത്. അതിന് പേരൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ ഇബാറത്തിന്റെ കിതാബ് ഏതാണെന്ന്, പേജ് നമ്പർ, അതുപോലെ തന്നെ പബ്ലിഷിംഗ് ഹൗസ്. രണ്ടാമത് ഉദ്ധരിച്ചു. അതിന്റെ നിങ്ങൾ ആദ്യം പറയും. നിങ്ങളോട് അങ്ങോട്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ബാധ്യതയാണ് ആദ്യം ഉദ്ധരിച്ച ഇബാറത്തിന്റെ കിതാബ്, പേജ് നമ്പർ, വാള്യം നമ്പർ ഒക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഉത്തരം പറയാം. ഓക്കെ 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 പറയലേ. കേട്ടോ 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 എന്താ ഞാൻ ഇബാറത്ത് വായിച്ചത്? കേട്ടോ കേട്ടോ കേട്ടോ. فإنه يتوسل إلى الله تعالى في ذنوبه بالنبي وأهل بيته وأصحابه. കേൾക്കണ്ടോ? റസൂലുള്ളാഹിനെ കൊണ്ടും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും അള്ളാഹുവിലേക്ക് തവസ്സുലാക്കണം. ആരാ പറഞ്ഞത്? അല്ലാമ ഇബ്നു അഖീൽ. കിതാബ് ആരുതാ? ഇബ്നു മുസ്ലിമിന്റെ കിതാബല്ല, അല്ലാമ ഇബ്നു അഖീലിന്റെ കിതാബ് തന്നെ. കേട്ടോ, ധാരാളം കിതാബെന്നല്ല ഉദ്ധരിക്കുന്നത്. ഇബ്നു അഖീൽ പറഞ്ഞത് ഇബ്നു അഖീലിന്റെ കിതാബ് തന്നെ. ഏതാ കിതാബിന്റെ പേര്? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കിതാബുൽ ഫുനൂൻ. കിതാബുൽ ഫുനൂൻ, കിതാബുൽ ഫുനൂൻ എന്നാണ് ഇപ്പൊ ഉദ്ധരിച്ചിട്ടുള്ളത്. കിതാബുൽ ഫുനൂൻ. എന്താ കേൾക്കേണ്ടത്? പേജ് നമ്പറോ? പേജ് നമ്പർ ഇല്ലാത്ത വിഷയം വേണ്ട കേട്ടോ. പേജ് നമ്പർ കൊണ്ടുവരാം. അത് ശരി, വെറുതെ പേജ് നമ്പർ കേട്ടോ. ഒന്നാമത്തെ വാള്യം പേജ് നമ്പർ കേട്ടോ, 629 കേട്ടോ. കിതാബിൽ ഇബ്നു അഖീലിന്റെ കിതാബ് എന്നിട്ട് മറ്റൊരുന്നല്ല വായിക്കുന്നത്. ഇബ്നു അഖീലിന്റെ കിതാബ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂനിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത്. മനസ്സിലാക്കിക്കോ. ഒന്നാമത്തെ വാള്യം 629 പേജ്. അതിന് വളരെ വ്യക്തമായി പറഞ്ഞു, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം, അതേപോലെ തന്നെ സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം, അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുലാക്കണം. ഇത് നമ്മൾ പറഞ്ഞതാ എന്നെ ഇന്നലെ എവിടുന്നായി വരുന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിതാബാണ് പറഞ്ഞത് ഇബ്നു മുസ്ലിമിന്റെ. അത് ഞാൻ ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു ഇബ്നു അഖീലിന്റെ ഏത് കിതാബിലാണ് വായിച്ചത്? ഇപ്പൊ കേട്ടോ, ഇബ്നു അഖീലിന്റെ കിതാബെന്നാണ് വായിച്ചത്. ഏത് കിതാബിൽ നിന്ന്? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തവസ്സുലാക്കൽ ഹറാമാണ് എന്ന് കിതാബുൽ ഫുനൂനിലുണ്ട്. ആ കിതാബുൽ ഫുനൂനിലാണ് വായിച്ചത്. അതിന്റെ ഒന്നാമത്തെ വാള്യം 629 പേജിൽ നിന്ന്. എന്താണ് ആ കിതാബിലുള്ളത്? തവസ്സുലാക്കൽ ഹറാമാണല്ല, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം, സ്വഹാബത്തിനെ കൊണ്ട് തവസ്സുലാക്കണം, അതുപോലെ തന്നെ അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുലാക്കണം. ഈ പേജ് നമ്പർ കിട്ടാത്ത കുഴപ്പം വേണ്ട, മൈക്കെടുത്തോളി. അപ്പോ ഞാൻ ഉദ്ധരിച്ച ഇബാറത്ത് മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഉദ്ധരിച്ച ഇബാറത്ത് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയും വേണം. എന്ത് ന്യായമാണ്? ഇമാം ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് തവസ്സുല് ഹറാമാണെന്ന് വളരെ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞതായി ഇമാം ഇബ്നു മുഫ്ലിഹ് നഖൽ ചെയ്തു. അതുപോലെ തന്നെ ഇമാമിങ്ങൾ പലരും നഖൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വൈരുദ്ധ്യം സ്ഥാപിക്കുകയാണ് മുസ്ലിയാരെ.